അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകളോടുകൂടി നമുക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇവിടെ ആരംഭിക്കാം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നത്തോലി കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു അടിപൊളി ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. വളരെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു നത്തോലി റെസിപ്പി അത്രയും സംഭവം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയാണ്. ചീനച്ചട്ടിയിൽ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കാൻ പോവുകയാണ്. ഇപ്പം ചീനച്ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാവേ. നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണ അല്ല, വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ എടുത്താലും നല്ല ടേസ്റ്റ് കിട്ടും സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തോലി നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി എണ്ണ ചൂടാക്കി നമ്മള് ഉപ്പോ മുളകോ മഞ്ഞളോ ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ എണ്ണ ചൂടായിക്കോട്ടെ. ചൂടാകുന്ന ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്കുണ്ടല്ലോ നമ്മുടെ കുറച്ച് ഉണക്കമുളക് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് എണ്ണ ഉണ്ടല്ലോ അത് ഒത്തിരി അങ്ങ് ഇതാകല്ലേ, ഈ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു സാധനം. അതിന്റെ കളറൊന്ന് മാറി കിട്ടിയാൽ എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ നല്ലൊരു മണം കൂടിയാണ്. അതെ, അപ്പം നമ്മൾ തീ മാക്സിമം കുറച്ച് വെക്കുക. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ മീൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഇത് നമ്മൾ ഇതിൽ നമ്മൾ മസാലയും കാര്യങ്ങളും ഒന്നും തേച്ചിട്ടൊന്നുമില്ല. മസാലയും തേക്കാതെ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വറ്റൽമുളകിന്റെ രുചിയെ ഈ മീനിന്റെ അകത്തും കൂടെ പറ്റും. നമ്മളെ മീൻ മുഴുവൻ ഇവിടെ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ നോക്കണം കേട്ടോ. എണ്ണ ഉള്ളതുകൊണ്ട് വലുതായിട്ട് അടിക്കൊന്നും പിടിക്കുന്നൊന്നുമില്ല. മുള്ളിന്ന് വിട്ടു വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. പൊടിഞ്ഞാലും നല്ലതാണ്. നമ്മള് അപ്പൊ ഇനി ഉണ്ടല്ലോ ഇത് നമുക്ക് മസാലകളൊന്നും അധികം നമ്മൾ ചേർക്കുന്നില്ല. ഒരു നുള്ളു മഞ്ഞപ്പൊടി മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. ഉപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അതാണ് ഇതില് നമ്മളിത് പെരട്ടിയും വെച്ചില്ലായിരുന്നു. മീനേല് ഒന്നും പെരട്ടിയൊന്നും വെച്ചിട്ടില്ല. സാധാരണ നമ്മള് മീനൊക്കെ വറക്കുമ്പോൾ മുളകും മഞ്ഞളും എല്ലാം പെരട്ടി മസാലയൊക്കെ തേച്ചാണ് വറക്കുന്നത്. അപ്പൊ ഇത് നമ്മളൊരു വ്യത്യസ്തമായൊരു സംഭവമാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒന്ന് വേഗണം, നന്നായിട്ട് വെന്ത് വേണം. നന്നായിട്ടുണ്ടല്ലോ നമ്മളിത് വറക്കാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരു മുക്കാൽ പങ്കല്ല നന്നായിട്ട് വേഗണം. സാധനത്തിന് വെന്ത് കിട്ടിയ സാധനം. അപ്പൊ ഇതൊന്ന് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് നത്തോലിയല്ലേ വളരെ എളുപ്പം റെഡിയാകും. അപ്പൊ ഒന്ന് റെഡി ആയിക്കോട്ടെ. നമ്മുടെ മീനെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി എടുത്തേച്ചാൽ മതി. നമുക്ക് ഇപ്പൊ അതിന്റെ മുള്ളേന്നൊക്കെ നടുക്കത്തെ മുള്ളില്ലേ, ആ മുള്ള് നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാനുള്ള. അതുകൊണ്ട് നല്ലതായിട്ട് ഇളക്കിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, കാര്യം അതാണ് നമ്മൾ പറഞ്ഞ മുള്ള് നമുക്ക് മാറ്റണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അങ്ങ് മൊരിച്ച് എടുക്കേണ്ടെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതെ, ഇതിനി ആറിയിട്ട് വേണം നമുക്ക് ഇതിന്റെ മുള്ളെടുത്ത് മാറ്റാനായിട്ട്. അതെ, ഇതിപ്പോ നത്തോലി തന്നെ വേണമെന്നില്ല കേട്ടോ. സ്വല്പം വലിയ മീൻ വെച്ചും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റിയ സംഭവം. അപ്പൊ നത്തോലി ആകുമ്പോഴത്തേക്ക് ഒരു നല്ല ടേസ്റ്റ് ആണ് സാധനം. അതുകൊണ്ടാണ് നമ്മൾ നത്തോലി എടുക്കുന്നത്. ഏത് മീനാണെങ്കിലും നല്ല. അപ്പൊ അതെ സംഭവം നമ്മൾ കോരി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് തണുക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ചട്ടിക്കകത്ത് എണ്ണ നല്ല ചൂടാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് വറുത്തെടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ തോമര പരിപ്പില്ലേ, സാമ്പാറിന് ഉപയോഗിക്കുന്ന തോമര പരിപ്പ്. അപ്പൊ ഇനി ഇത് കൂടെ നമുക്ക് ആ എണ്ണയ്ക്കകത്ത് തന്നെ വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചാൽ മതി. ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് പെട്ടെന്ന് കിട്ടിയാൽ നമ്മൾ നന്നായിട്ട് വൃത്തിക്ക് കഴുകി എടുത്ത പരിപ്പാണ്. പരിപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴുകി എടുക്കണം സംഭവം. ഇനി നമുക്കൊന്ന് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ മീനൊക്കെ വറക്കുമ്പോൾ സ്വല്പമൊക്കെ നമ്മൾ എണ്ണ ഒഴിച്ചാലുണ്ടല്ലോ ചട്ടിയിലൊക്കെ കാണാം. അതൊന്നും നമ്മൾ പ്രശ്നമില്ല. കാര്യം ഇത് വറുത്തെടുക്കുമ്പോൾ അതും കൂടി ഇതിൻ്റെ ഇട്ടാൽ മതി. അപ്പൊ ഇതൊന്ന് മൂത്തോട്ടെ സംഭവം. നമ്മുടെ പരിപ്പുണ്ടല്ലോ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതും നമ്മുടെ പാത്രത്തിലേക്ക് അങ്ങ് കോരി മാറ്റാതെ. നല്ല മണമാണ്. നല്ല മണമാണ്. പണ്ട് ഈ നമ്മുടെ നാട്ടിൻപുറത്ത് കടകളിലൊക്കെ ഉണ്ടല്ലോ വറുത്ത പരിപ്പ് നമുക്ക് ഈ കപ്പലിലേക്ക് പോലെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു പണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഗ്ലാസിന്റെ ഡബയ്ക്കകത്ത് നിറച്ച് വെച്ചേക്കും വറുത്ത പരിപ്പ്. നല്ല ടേസ്റ്റ് ആണ്.
5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറെ കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ കടലപ്പരിപ്പാണ്. അപ്പൊ നമ്മൾ ആ എണ്ണയിൽ തന്നെ ഇട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാവേ. ഇതും നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നില്ല, അപ്പോൾ നമ്മൾ കഴുകി എടുക്കുന്നതല്ല, അതൊരു പൊടി എടുക്കാറ്. എന്നിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം. ഒരുപാട് തീയൊന്നും വേണ്ട, ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം സംഭവം. അപ്പൊ ഇതാകുന്ന നേരത്തിന് നമുക്ക് ഈ മീൻ്റെ ഇല്ലേ, ഈ കട്ടിയുള്ള മുള്ളില്ലേ നടുവത്തെ, ആ മുള്ളങ്ങ് നമുക്ക് മാറ്റിയെടുക്കാം. അതെ, അത് മാറ്റണം. മാറ്റിയാലേ ഉണ്ടല്ലോ അതിന്റെ ഒരു സ്വാഭാവികമായ ഇതിങ്ങനെ അങ്ങ് മാറ്റിയാൽ മതി, വളരെ എളുപ്പം തന്നെ മാറി കിട്ടുവേ. നമുക്ക് അത് ഇങ്ങനെ മാറ്റിയെടുക്കാം. അതുകൊണ്ടാണ് നമ്മളിത് ഒരുപാട് അങ്ങ് മുരിക്കണ്ടെന്ന് പറഞ്ഞത്. ഒരുപാട് മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ മുള്ളും മാംസവും തമ്മിലും കുട്ടി പിടിക്കും. അപ്പോൾ അത് ഇങ്ങനെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മുള്ളൊന്ന് നമുക്ക് ഇനി മാറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കടലപ്പരിപ്പ് കൊണ്ടുവന്ന് ഇത് ഈ മീൻ മൂപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിയാലും ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് എന്തായാലും ആ മീന് അത് പൊടിഞ്ഞു കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഈ മുള്ളും മാറ്റി കടലയും വറുത്തുണ്ട്. ഇപ്പോൾ വരാം. നമ്മുടെ കടല പരിപ്പ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് നമുക്ക് കോരി മാറ്റാവേ. അപ്പൊ നമ്മള് മീനിന്റെ മുള്ളൊക്കെ ആ സമയം കൊണ്ട് മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വറുക്ക പരിപാടികള് മുക്കാല് കഴിഞ്ഞു. ഇനി ഒരു സാധനം കൂടെ ഉള്ളു വറുക്കാനായിട്ട്. അത് നമ്മള് സ്റ്റൗ നിർത്തിയിട്ട് തന്നെ നമുക്ക് വറുക്കാവുന്നേ ഉള്ളൂ. അത് കറിവേപ്പിലയാണ്. ഈ എണ്ണ നല്ല ചൂടല്ലേ, അപ്പൊ അത് കാരണം നമ്മള് സ്റ്റൗ ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഇച്ചിരി കൂടുതൽ എടുക്കണേ. കാര്യം അതാണ് അതിൻ്റെ ഒരു 2-3 തട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുമ്പിൽ കറിവേപ്പിലൊക്കെ വറക്കാൻ തന്നെ എന്താ നേരം വേണം. സംഭവം റെഡിയായി. അപ്പൊ നമ്മളെ എന്താ പറയുക 3/4 ഭാഗം പരിപാടി നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കറിവേപ്പില കോരി മാറ്റാം. ഇതൊക്കെ കരിഞ്ഞൊന്നും പോകണ്ട. അത് ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി. സ്വാഭാവിക ടേസ്റ്റും വരണം, എന്നാല് ചെറിയൊരു പച്ച ഒരു ക്രിസ്പി ഫീല്, അതാണ് അതിന്റെ നമുക്ക് വേണ്ടത്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ നമുക്ക് ചീനച്ചട്ടിയൊക്കെ മാറ്റി. അപ്പൊ ഇനി ഇതൊന്ന് തണുക്കണം. തണുക്കാനായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെക്കാം. അപ്പൊ തണുത്ത് വരും. തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വെക്കാം. ഇപ്പോഴേ നമ്മളിത് വറുത്ത് നമ്മൾ റെഡിയാക്കി വെച്ച സംഭവങ്ങളൊക്കെ നമ്മൾ തണുത്ത് നല്ല തയ്യാറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയാണ്. അതൊരു ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്. ഇത് നമ്മുടെ വാളംപുളി. അപ്പോൾ ഇനി ആവശ്യമുള്ളത് നമ്മുടെ ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു മിക്സി എടുക്കുക. മിക്സിക്കകത്തോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഈ മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളക് ഉൾപ്പെടെ. ഇപ്പൊ മുളക് വേണമെങ്കിൽ നമുക്കൊന്ന് പൊടിച്ചിടാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊന്ന് അരിഞ്ഞു കിട്ടാൻ നല്ലത്. നമ്മുടെ മുളകും കറിവേപ്പിലയും എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പുളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. വാളംപുളിയാണ്. വാളംപുളിയാണ്. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പൊ ഇത്രയും അരച്ചെടുക്കാനുള്ളതും അതിനുള്ള ആവശ്യത്തിന് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല. മീനിന് പോലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ അതിനനുസരിച്ച് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇനി കംപ്ലീറ്റ് സാധനം കൂടി ഇതിനകത്ത് ഇടുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ നമ്മൾ ഈ കോരി വെച്ചിരിക്കുന്ന അതിന്റെ എണ്ണയൊക്കെ സ്വല്പം കാണും, അതൊന്നും മാറ്റണ്ട. അതിനകത്തോട്ട് പൊക്കോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അധികം എണ്ണയൊന്നും ഇല്ല. നമ്മൾ അധികം എണ്ണ ഉപയോഗിച്ചിട്ടില്ലല്ലോ. നമ്മള് മീനൊന്ന് ജസ്റ്റ് വറക്കാൻ വേണ്ടി മാത്രം ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ബാക്കി സാധനം നമ്മളെല്ലാം ചെയ്തെടുത്തത്. അപ്പൊ അതെ, കംപ്ലീറ്റ് സാധനം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ വറുത്ത സാധനമൊക്കെ നമ്മൾ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഇത് ഏകദേശം ഒരു നമ്മളെന്താ പറയുന്നത് ചമ്മന്തിപ്പൊടിയുടെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട്. അത് തന്നെയാണ് സംഭവം. അതായത് നത്തോലി വെച്ച് നമുക്കൊരു ചമ്മന്തിപ്പൊടി, അതാണ് നമ്മുടെ രസം. ഇത് കാര്യം പക്ഷേ ഇതൊരു കാര്യമുണ്ട്, അധിക ദിവസമൊന്നും വെക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. സാധാരണ നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരുപാട് ദിവസത്തേക്ക് വേണ്ടിയല്ലേ നമ്മൾ തേങ്ങയും കൂടെ വറക്കും. തേങ്ങയും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോ നമ്മൾ അന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ തേങ്ങ വറക്കാതെ എടുക്കാം. അല്ലാതെ അതെ, ഇതിപ്പോ നമ്മൾ ആ മിക്സിയിൽ നിന്ന് ഇങ്ങോട്ട് കോരി ഇടുമ്പോഴത്തേക്കുള്ള ആ ഒരു മണം ഉണ്ടല്ലോ,
നല്ല ടേസ്റ്റ് ആ ഒരു മണവും മണം എല്ലാം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ മണം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് ചോറുണ്ടാക്കി സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആഡംബരത്തിന് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് വറുത്തതിന്റെ പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ വെക്കുമ്പോഴത്തേക്ക് ഒരു ചന്തമായിരിക്കും, ആഡംബരമായിരിക്കും. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ അതൊക്കെ ഒരു കളറാക്കി എടുക്കാം നമുക്ക്. അപ്പം നമ്മൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. പിന്നെ നത്തോലിയല്ല, വേറെ ഏത് മീൻ കിട്ടിയാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല കിടുക്കാച്ച സാധനമാണ്. അപ്പോൾ ചെയ്ത് നോക്കിയോ. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. കാര്യം അമ്മാതിരി ടേസ്റ്റാണ്. വളരെ വേഗം തയ്യാറാക്കാൻ പറ്റും. കുറച്ച് മീൻ മാത്രം മതി. എന്താ പറയുന്നത്, പൊലിപ്പിച്ചെടുക്കാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല അടിപൊളി സാധനമാണ്. ഇപ്പം മറ്റേ ടിഫിനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് സൈഡിൽ വെച്ചോണ്ട് പോവാം. അടിപൊളി സാധനം. മീൻ മാത്രമല്ല, അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. ഗ്യാരണ്ടിയാണ് കാര്യത്തിൽ. ചെയ്ത് നോക്കിയോ. അപ്പം ചെയ്ത് നോക്കിയിട്ട് നമ്മളെപ്പോഴും പറയുന്ന പോലെ എൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. ഇനി ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് കൈബുക്ക് ചെയ്ത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. പിന്നെന്താ പറയുന്നത്, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്. അപ്പൊ ഇങ്ങനെയുള്ള ചമ്മന്തിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേര് കാണും. അതെ അതെ. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ക്രിസ്മസിന് നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ട് നമ്മുടെ ഒരു ഡിഷാണ്. നമ്മുടെ എന്താ പറയുക, ക്രിസ്മസിന് ഒരുപാട് സാധനങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ടൊരു സൈഡ് ഡിഷ് കൂടെ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പുതിയതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിന്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ അങ്ങോട്ട് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി റെഗുലറായിട്ട് നമ്മുടെ വീഡിയോ ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ പറയണ്ട. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിയായിട്ട് ഇന്നത്തേക്ക് തൽക്കാലം വിടാം. ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.